ഈ ടൈം മുങ്ങി കയറിയിട്ടാണ് നമ്മൾ ബോണറ്റ് വരെ മുങ്ങി കയറിയിട്ടും സ്ഥലങ്ങളില് അത്രയും മുങ്ങിയിട്ട് കയറും. ഇതേപോലത്തെ വാഹനങ്ങൾക്ക് ഒരു ദിവസം ഒരു 6000 രൂപ 7000 രൂപ EMI വേണ്ടി വരും. പിന്നെ ഇത് സ്റ്റേഷനിൽ നമ്മളിവിടെ കൊണ്ടുപോയി പോയി കഴിഞ്ഞാൽ വിദേശത്തൊക്കെ കാണുന്ന രീതിക്ക് കിഡിലനായിട്ട് വമ്പൻ രീതിക്ക് മോഡിഫൈ ചെയ്തേക്കാട്ട. എന്തുട്ടാ സെറ്റപ്പില് അത് മോഡിഫൈ ചെയ്താണ്. പക്ഷെ ഓവർ മോഡിഫിക്കേഷനിൽ ഒരുപാട് കാര്യങ്ങൾ കയറ്റിയിട്ടുണ്ട് കേട്ടാ. ഇതിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നോക്കിയാൽ ഈ ഒരു വാഹനത്തിനെ കുറിച്ച് ഗൈസ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും എവിടെ തുറന്നു നോക്കിയാലും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ടാറ്റയുടെ ഏറ്റവും പുതിയ SK1613 മോഡിഫൈ ചെയ്തിട്ടുള്ള മോൺസ്റ്റർ ട്രക്കാട്ടത്. അതും നമ്മുടെ സ്വന്തം തൃശ്ശൂരുള്ള അൽ മദീന ഗ്രൂപ്പിന്റെ ഒരു വെഹിക്കിളും കൂടിയാണ്. എന്തുട്ടാ ലുക്കില കാണാനായിട്ട്. എങ്ങനെയാണ് ഇനി ഡെയിലി പണിക്ക് പോയി ഈ വാഹനം കൊണ്ട്? ഇത് വെറുതെ ഷോക്കേസ് ചെയ്ത് ഇടാനുള്ളൊരു വെഹിക്കിൾ അല്ലാട്ടാ. ചേട്ടൻ ഡെയിലി വർക്ക് ചെയ്യുന്ന വണ്ടിയാണ്, വർക്കിന് കൊണ്ടുപോകുന്ന വണ്ടിയാണ്. മുകളിലത്തെ ടോപ്പിൽ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അൽ മദീന എന്ന് അവർ ആ ഒരു ഗ്രൂപ്പിന്റെ പേരൊക്കെ എഴുതിയേക്കണ കാണാം. ഒരു ഈകളൊക്കെ ഉണ്ട് കേട്ടോ ബോണറ്റില്. ഭീകര ലുക്ക് അല്ലേ? എന്തുട്ടാ ലുക്ക് കാണാനായിട്ട്. കാണുമ്പോ തന്നെ കൊതിയാണ് എന്റെ മോനെ. നമ്മുടെ ടാറ്റയുടെ പ്രൈമയിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന വലിയ 2 മിററുകളൊക്കെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ SKയുടെ ഒരു ലുക്കും ഫ്രണ്ടിൽ കാണാം. ഇവിടെയൊക്കെ ഹെഡ്ലൈറ്റിന്റെ ഉള്ളിൽ DR ഇൻഡിക്കേറ്റർ ഒക്കെ മാറ്റിയിട്ടുണ്ട്, LED ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ഡ്രാഗൺ ഒക്കെ പോകുന്നുണ്ട്. ഇവന്റെ ഒരു പെയിന്റ് ക്വാളിറ്റി ആണ് എടുത്തു പറയേണ്ടത്. ഒരു ലൈറ്റ് പച്ച കളർ ഇട്ട. പിന്നെ ഒരു SKയുടെ 2 സൈഡിലൊരു ചെറിയൊരു സ്പ്രിങ് സെറ്റപ്പ് ഒക്കെ വേണ്ട. ഉള്ളിൽ ഒരു ചെറിയ LED ലൈറ്റ് കാണാം. ടാറ്റയുടെ ലോഗോ വരുന്നുണ്ട്. നമ്മുടെ സ്റ്റോക്ക് കണ്ടീഷൻ SKയിൽ നിന്നും ഒരുപാട് ഡിഫറെന്റ് ആയിട്ടാണ് ഈ വാഹനത്തിന്റെ ഫ്രണ്ട് സെറ്റ് ചെയ്തേക്കണം. അതിന്റെ ഫ്രണ്ട് ബമ്പർ തന്നെ നോക്കി കാണാം. ഒരു ഹാൻഡ് മെയ്ഡ് ബമ്പറാണ് കേട്ടോ, മെറ്റലിന്റെ. ബ്ലാക്ക് കളർ കണ്ട. പെയിന്റ് ക്വാളിറ്റി നോക്കിയാൽ BS6 കസ്റ്റമർ ഒരു അപ്ഡേറ്റഡ് ഒരു ലോഗോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വിഞ്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടില് 2 LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഒരു ഹൈറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇവന്റെ റോ ആയിട്ടുള്ള എഞ്ചിൻ സൗണ്ട് കേൾക്കി തരാട്ടാ. ഫ്രണ്ടിലേക്കും ഡിഫറൻഷ്യൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഹൗസിങ് കാണാം. ആ മാത്രമല്ല ടയറൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആക്കിയിട്ടുണ്ട്. അതിലൊരു വീൽ കപ്പും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബൈക്കിനൊക്കെ വരുന്ന ഒരു അലോയ് വീൽസ് ആണ് ചേട്ടനെടുത്ത് സെറ്റ് ചെയ്ത് വീൽ കപ്പ് ആക്കി കൊടുത്താണ്. ഇവിടെ ലീഫിന്റെ എണ്ണൊക്കെ കൂട്ടിയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടില് നമ്മുടെ ഹൗസിങ് കൊടുക്കുമ്പോൾ ഒരു ലീഫിന്റെ എണ്ണം കൂടെ സെറ്റ് ചെയ്താലാണ് ആ ഒരു ഹൈറ്റ് ബാക്കിലും ഫ്രണ്ടിലൊക്കെ സെറ്റ് ആവുള്ളൂ. ടാറ്റയുടെ പ്രൈമയുടെ ആ ഒരു മിറേഴ്സ് കാണാം. ഈ ഒരു ഡ്രാഗൺ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരു എക്സോസ്റ്റ് വെച്ചേക്കണാണ്. ഇത് കണക്ട് ചെയ്തിട്ടില്ല. കണക്ട് ചെയ്യാനുള്ള രീതിക്കാണ് സെറ്റ് ചെയ്ത് വെച്ചാണ്. ഇന്റീരിയർ എന്നൊക്കെ പറഞ്ഞാൽ മാരകാട്ട ലക്ഷറി സെറ്റപ്പിലാണ് ഇന്റീരിയർ സെറ്റ് ചെയ്താണ്. ഇന്ത്യയിലെ തന്നെ ഇങ്ങനെ ഒരു ടാറ്റയുടെ SK ഇല്ലാട്ടാ. അത്രയും നീറ്റായിട്ടും ഡെയിലി യൂസിന് മോഡിഫൈ ചെയ്ത് അത്യാവശ്യം വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുനടക്കണ ഒരു വെഹിക്കിൾ ഇല്ല കേട്ടാ. സൈഡിൽ ആ ഒരു പെട്ടിയുടെ സൈഡിലൊക്കെ ആ ഒരു ഡ്രാഗന്റെ ഒരു ചിഹ്നമൊക്കെ പോയിട്ടുണ്ട് കേട്ടാ. ബാക്ക് സൈഡിൽ ഇവിടെയൊക്കെ നമുക്കൊരു ജാഗ്വാറിന്റെ ലൈറ്റ് കാണാൻ പറ്റും. ജാഗ്വാറിന്റെ ഒരു ലോഗോ ആണ്. ഒരു ബ്ലൂ ലൈറ്റ് ആണ് സെറ്റ് ചെയ്തേക്കണേ. ഡീസൽ ടാങ്ക് വരുന്നുണ്ട്. അതിന്റെ ചുറ്റിലൊക്കെ മെറ്റൽ പൈപ്പുകൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. പിന്നെ നമ്മുടെ പെട്ടി എക്സോസ്റ്റിന്റെ യൂണിറ്റ് മൊത്തം തന്നെ സ്റ്റീലാക്കിയിട്ടുണ്ട് കേട്ടാ. ഇതാണ് ആ ഒരു ഡിഫറൻഷ്യന്റെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും. ബാക്കിലത്തെ ഹൗസിങ് കാണാം. ബാക്കിലത്തെ ലീഫിന്റെ ആ ഒരു സെറ്റപ്പുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ബാക്കിലത്തെ അലോയ് വീൽസ് നോക്കിയാൽ നൈസായിട്ടില്ലേ. വാഹനത്തിന്റെ ഒരു കളർ ഗ്രേഡിങ് തന്നെ ചേട്ടൻ ചെയ്തേക്കുന്നത് അതിഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഒന്നും മോശമായിട്ട് പറയാനില്ല. അത്രയും വാഹന പ്രേമിയാണെന്ന് നമുക്ക് ഈ ഒരു വാഹനം കണ്ടാൽ മനസ്സിലാക്കും. പിന്നെ മറ്റുള്ള വെഹിക്കിളിലൊക്കെ മറ്റുള്ള കൊടികളാണ് യൂസ് ചെയ്യുന്നത്. അതായത് ചൈനയുടെ, ലണ്ടനിലെ, അങ്ങനെ പല പല രാജ്യങ്ങളിലെ കൊടികളാണ് യൂസ് ചെയ്യുന്നത്. ചേട്ടൻ നമ്മുടെ രാജ്യസ്നേഹം ആയതുകൊണ്ട്, അതായത് സ്വന്തം നാടിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ട് ഇവിടെ ഇന്ത്യയുടെ ഫ്ലാഗും അവിടെ പട്ടാളക്കാരൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒരു കൈ കാണാണ്ട ബ്രേക്ക് പിടിക്കുമ്പോൾ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.
അത് നല്ല രസമുണ്ട് കത്തുന്ന കാണാനായിട്ട്. പിന്നെ കുറേ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിലത്തെ ഹൗസിങ് കാണാം ഇവിടെ. അതിലും ഒരു പെയിന്റിങ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാഹനം എന്ന് പറഞ്ഞാൽ ഗംഭീര ലുക്ക് കേട്ടോ. ഈ ക്യാമറ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോരം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ നേരിട്ട് കാണാനുള്ള ഒരു ലുക്ക് ഉണ്ടല്ലോ, ആര് കണ്ടാലും നോക്കും. ഹൈ റൂട്ട് പ്രസൻസ് ആട്ടാ. ഇവിടെ എ സിയുടെ ഒരു കണ്ടൻസറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വാഹനം എ സി ഉള്ള ക്യാമറയും കൂടിയാണ്. ഇനി ഞാൻ അപ്പൊ ഗൈസ് ഒരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഓണറോട് ചോദിച്ചു പറഞ്ഞോട്ടെ. ഏകദേശം 25 അതായത് 20 കൊല്ലത്തിന്റെ അടുത്ത് ഈ വാഹനം മൊത്തം ഓടിച്ചിട്ടുണ്ട് ചേട്ടൻ. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ചോദിച്ചാലോ ചേട്ടാ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും പറഞ്ഞു ഈ 20 കൊല്ലത്തിന്റെ? 20 കൊല്ലത്തിൽ പറഞ്ഞാൽ നമ്മള് വാഹനത്തിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. അതെ. പിന്നെ അന്ന് കാലത്ത് ആദ്യ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വണ്ടികളല്ല, ഇതേ ടൈപ്പ് വണ്ടികളാണ് നമ്മൾ ഈ വെള്ളത്തിലേക്കൊക്കെ. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ഓരോ വർക്കുകളാണ് ഓരോ ഏരിയയിൽ. ഞങ്ങളുടെ ഏരിയയിൽ പറഞ്ഞാൽ ആദ്യ കാലത്ത് ഏറ്റവും കൂടുതൽ പണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ എംസാൻഡ് ഇല്ല, നമ്മൾ പുഴമണലാണ് അധികം ആദ്യ കാലത്ത് എടുത്തത്. അപ്പൊ നമ്മള് തുടക്കം ഒരു ഡ്രൈവറായിരുന്നു. ആ പോണ കാലം മുതല് നമ്മളൊരു ഓണർ ആവുന്നത് വരെ അല്ലെങ്കിൽ കുറച്ച് ടൈം വരെ നമ്മള് വണ്ടി പോവും. നമ്മൾ ഇതുപോലെ പുഴയിൽ പോവും. അന്നൊക്കെ പുഴയിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ആണ്. അത് നമ്മളിതല്ല, ആ കാലത്ത് വണ്ടി ഓടിക്കുന്ന എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ ചില ടൈമുകളിൽ പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ്. വെള്ളത്തിൽ കൂടെ പോകണം. നമ്മൾ ഏറെക്കുറെ ഈ ടൈം മുന്നിൽ കയറിയിട്ടാണ് നമ്മൾ ബോണറ്റ് വരെ മുന്നിൽ കയറിയിട്ടും ചില സ്ഥലങ്ങളില് അത്രയും മുങ്ങിയിട്ട് കയറും. ഏറെക്കുറെ നമ്മള് ഈ മൺകാട് വീല് മുട്ടണ വെള്ളത്തിൽ കൂടെ നമ്മള് ഇറക്കി അങ്ങോട്ട് പോകും. അത് അന്നത്തെ ഡ്രൈവർമാരോട് എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറയണ്ടാവും. ഇപ്പോഴാണ് 4x4 ഒക്കെ ആയത് വണ്ടികൾക്ക്. 4x4 എന്നുള്ളത് ഒരിക്കലും ടിപ്പറിൽ വന്നിട്ടില്ല. ഇല്ല. നമ്മളിത് അന്ന് മുതലേ അന്വേഷിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ ആഗ്രഹം കിട്ടിയപ്പോ ചെയ്തു വണ്ടിയിൽ കയറ്റി. അപ്പൊ അത് സെറ്റ് ചെയ്ത് ഇപ്പൊ ഇത്രയും നാൾ ഓടിച്ചുള്ള ഏറ്റവും ഡേഞ്ചർ പരമായിട്ടുള്ള കാര്യം എന്താ? വണ്ടി ഓടിച്ചിട്ട് അത്രയും റിസ്കി പരമായിട്ട്. റിസ്കി എന്ന് പറയാ ആദ്യ കാലത്തെ ഡ്രൈവിങ്ങും ഇന്നത്തെ ഡ്രൈവിംഗ് വെച്ച് നോക്കുമ്പോ ഇന്ന് നമുക്ക് റോഡിൽ വണ്ടി ഓടിക്കാനാണ് ബുദ്ധിമുട്ട്. എന്തുകൊണ്ടാ വെച്ചാല് നമ്മള് ഡ്രൈവിംഗ് പഠിക്കുന്ന കാലത്ത് റൈറ്റ് സൈഡ് അല്ലാതെ ഒരു വണ്ടിയും ഓവർടേക്കിംഗ് ഇല്ല. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് ജനങ്ങളോ. ആദ്യ കാലത്ത് ബൈക്കായിരുന്നു. ഇപ്പൊ കാറും ഓട്ടോറിക്ഷയും നമ്മളെ ഒരു സിഗ്നൽ കിട്ടാതെ ഓട്ടോറിക്ഷ അടിച്ച് മിന്നി നമ്മളെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക്. അത് അവരോടും കൂടെ ഒന്ന് പറയണം, എന്തെങ്കിലും പറയണം. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ഇങ്ങനത്തെ വാഹനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ചെറിയ വാഹനം ചെന്നിട്ട് വലുതുമ്പോ തട്ടിയാലും വലുത് ചേർത്ത് വലുതിനാ ശരി. എല്ലാവരും ഉപജീവന മാർഗമാണ് ഈ സാധനം. കാറിൽ പോണതെന്ന് പറഞ്ഞത് നമ്മളെ ആവശ്യങ്ങൾക്ക് പോണതാണ്. അതിൽ ആവശ്യത്തിന് പോണവരുണ്ടാവും, അനാവശ്യത്തിന് പോണവരുണ്ടാവും. പക്ഷെ ഇത് അങ്ങനെയല്ല. ജീവിതം ആവശ്യത്തിനായിട്ട് ഒരിക്കലും പോണ ആൾക്കാരല്ലേ, ജീവിക്കാൻ വേണ്ടിട്ട് പോണ ആൾക്കാരാണ്. ഓണർമാരായിട്ട് ഓടിക്കുന്നവരുണ്ടാവും, ഡ്രൈവേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ വരുമ്പോ ചില കാര്യങ്ങളൊന്നും കാണൂല. ഇല്ല എളുപ്പമല്ല. അവര് പറയാ എന്താ വെച്ചാൽ ലോറിയുടെ കംപ്ലൈന്റ്. ഇവിടുത്തെ നിയമങ്ങളും പറയണത് അത് വലിയ വാഹനത്തിന്റെയാണ് ഈടാക്കാന്നുള്ള സിസ്റ്റമാണ്. അത് ടോട്ടലി മാറണം. തെറ്റാരുടെ ഭാഗത്താണ്. അതെ, അവര് അതിനെ ഏൽക്കണം. തെറ്റ് ചെയ്യാത്തവന് മുതലാളിയുടെ തലക്കിട്ടിട്ട് കാര്യമില്ല ഈ വണ്ടിയുടെ. ഇതെന്താ വെച്ചാ ഈ വാഹനങ്ങളില് എന്റെ വാഹനമല്ല, ഇതേ ടൈപ്പ് വാഹനത്തിന് ആൾക്കാര് ഇപ്പൊ ഒരു ചെറിയ വിഷയത്തിന് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തെറ്റില്ലെങ്കിൽ പൈസ കൊടുക്കണമെന്ന് വെച്ചാൽ ഇതേപോലത്തെ വാഹനങ്ങൾക്ക് ഒരു ദിവസം ഒരു 6000 രൂപ 7000 രൂപ EMIക്ക് വേണ്ടി വരും. പിന്നെ ഇത് സ്റ്റേഷനിൽ നമ്മളിവിടെ പോയി കഴിഞ്ഞാൽ ഒരു കേസായിട്ട് ചെന്നാൽ 3 ദിവസം 4 ദിവസം ഒരാഴ്ചയൊക്കെ എടുക്കും. അവരത് നിർബന്ധമായിട്ട് ചിലപ്പോ കേസാക്കിയാലും കോടതിയിൽ ഫൈൻ വരുമ്പോ ചിലപ്പോ 2000 5000 വരെ വരും. പക്ഷെ അപ്പൊ ഈ കാലതാമസം കണക്കൂട്ടിയിട്ടാണ് ഈ വാഹനമുള്ള ആൾക്കാരെല്ലാരും പൈസ കൊടുത്തു പോകണം. പെട്ടെന്ന് ഒതുക്കി തീർത്ത് പോകണം. അവരുടെ കയ്യിലൊക്കെ അക്കൗണ്ട് അല്ല. മറ്റോരത് മുതലെടുക്കാം. അതെ, ഇവന് ഇടിച്ചാലും കുറച്ച് കാശ് മുതലാക്കാം. കുറെ ആൾക്കാർ അങ്ങനെ പൈസ തട്ടിക്കുന്നവരുണ്ട്. ഇതെന്തുകൊണ്ടാ വെച്ചാല് ഈ ഭീമമായ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ പറ്റില്ല. ആൾക്കാരും ഇത് കാശുള്ള ആൾക്കാരൊന്നും ഇത് നടത്തണം. അല്ല, അവരിത് കിട്ടിയിട്ട് വേണം. അവരുടെ ഒരു വാഹനങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് വാഹനം മേടിച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ജീവിക്കാൻ ഒരു സംഭവം ഈ മേഖലയെ സംബന്ധിച്ച് ഒരു വാഹനം നമ്മൾ മേടിച്ച് സ്വന്തമായിട്ട് നമ്മൾ ഓടിച്ചു കൊണ്ടുനടക്കുകയാണെങ്കിൽ അവര് ഗൾഫിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. സുഖമായിട്ട് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റും. നല്ല രീതിയിൽ ആ വാഹനം കൊണ്ടുനടക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോ അത് കണക്കൂട്ടിട്ട് പൈസ കൊടുത്ത് പെട്ടുപോവാണ് ചില സാഹചര്യം. നമ്മുടെ ഇവിടുത്തെ നിയമച്ച ഒരു വെഹിക്കിൾ റിപ്പോർട്ട് കിട്ടണമെങ്കിൽ ചിലപ്പോ 10 ദിവസം പിടിക്കും. വന്ന് അവരുടെ ഓഫീസിൽ തിരക്ക്
വർക്കുകൾ കഴിഞ്ഞിട്ടാവും ചിലപ്പോ ഇത് എടുക്കുക ഇതിന്റെ വരിക. അതെ 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 ദിവസം നമ്മുടെ വണ്ടി ഡിലേ എടുക്കും. അതെ അതെ EMI ഉള്ള വണ്ടിക്കാരൻ പെട്ടു ചിലപ്പോ 5000 കൊടുത്തിട്ട് അവസാനിക്കും. സ്പോട്ടിൽ അവസാനിപ്പിച്ച കോടതിയും കയറണ്ട സ്റ്റേഷനിൽ കയറണ്ട. ഇങ്ങനെ ഈ നടക്കുന്ന ബുദ്ധിമുട്ട് നടക്കണം. അതെ അതെ പണി പോകും. അതെ അതെ ചിലപ്പോ 2000 രൂപ പണി എടുക്കണോ അല്ലെങ്കിൽ 3000 രൂപ ശമ്പളം മേടിക്കണോ. അതെ 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 അത് അങ്ങോട്ട് വിട്ടുകൊടുക്കും. അല്ലാണ്ട് എന്താ ചെയ്യാ? അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങള് ഇതില് തരണം ചെയ്തിട്ട് വേണം ഓടാൻ ഇന്ന് കാലത്ത്. ഒരിക്കലും ഡ്രൈവിംഗിന് കളങ്കം ചെയ്യാൻ പറ്റാത്ത പണിയാണ് ഡ്രൈവിംഗ്. അതെ 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 എല്ലാ പണിയിലും വേണമെങ്കിലും നമുക്ക് മാറ്റാം. എന്തായാലും ചെയ്യാം. പെട്ടു ഒരു ജീവനാണ് പോവാ. നമ്മള് ഓടിക്കണവനും പ്രശ്നം വരാം, വണ്ടിക്കും പ്രശ്നം വരാം, വണ്ടിയുടെ മുമ്പിൽ വരണവനും പ്രശ്നം വരാം. അപ്പൊ എല്ലാവരും മാന്യം മര്യാദക്ക് ഓടിക്കാറ്. ലോറിയെ കാണുമ്പോ ഒരു ബഹുമാനം കൊടുക്ക. എല്ലാ വണ്ടികളും ചെറിയൊരു ഒരു കുഴപ്പമുണ്ടാവില്ല. ഈഗോ ആണ് അപകടങ്ങൾ ഉണ്ടാക്കണം. തീരാവുന്ന പ്രശ്നങ്ങളുള്ളത്. പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്താ വെച്ചാല് വാഹനം ഓടിക്കാൻ റോഡിലേക്ക് ഇറങ്ങുമ്പോ നമുക്കത് അത്ര എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രം ഓടിക്കുക. എന്തുകൊണ്ടാ വെച്ചാല് ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നം റോഡിലെ ബ്ലോക്കാണ്. ഇത് ഒരു 60% ഓടിക്കാറിയാത്തവരാണ്. അറിയാത്ത ആൾക്കാർ വാഹനം കൈകാര്യം ചെയ്യാൻ അറിയില്ല. ഓടിക്കാറിയും അത് എവിടെ എങ്ങനെ കൈകാര്യം ചെയ്യണം അറിയില്ല. അവരുകൊണ്ടാണ് ഈ ബ്ലോക്ക് കൂടുതല്. നമുക്ക് ഒരുത്തൻ കാശ് കൊടുത്ത് വണ്ടി മേടിച്ചിട്ട് അവനോട് വണ്ടി ഓടിക്കാൻ പാടില്ല. അവകാശമാണ് ഓടിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഒരു മോട്ടോർ വാഹനമാണ്. ഇത് കൺട്രോൾ ചെയ്യാൻ അത്രയും നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം റോട്ടിലേക്ക് ഇറക്കാം. കാരണം ദിനം പ്രതി ലക്ഷങ്ങളും വണ്ടികളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കണേ. അപ്പൊ അതൊക്കെ നോക്കാം. നമ്മളങ്ങനെ അതിഗംഭീരമായിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ള നമ്മുടെ ഏറ്റവും പുതിയ ടാറ്റ എസ്കേപ്പ് 16-13 ഇന്റീരിയറിലായിട്ടിരിക്കണം. ലക്ഷറി ക്യാബിൻ, അതായത് നോർമൽ സ്റ്റോക്ക് കണ്ടീഷനിൽ വെച്ചിട്ട് നോക്കുമ്പോൾ ലക്ഷറി. 2013 ഇറങ്ങിയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കാര്യങ്ങളാണ്. പിന്നെ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ആട്ടാ. ഡാഷ്ബോർഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഒരു AC ക്യാബിനാട്ടാ. പിന്നെ ഓണാക്കുമ്പോൾ ഒക്കെ ഇവിടെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാട്ടെ. ഇവിടെ സ്വിച്ച് ഞെക്കിയിട്ടാണ് വാഹനം ഓണാക്കുന്നത്. ഡാഷ്ബോർഡ് എല്ലാം തന്നെ ഒരു ലൈറ്റ് ബ്രൗണിഷ് കളറാണ്. മീറ്ററുകളെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ. പിന്നെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വൈപ്പറിൻ്റെയും ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു സ്വിച്ചുകളൊക്കെ വരുന്നുണ്ട്. താഴെ ഇവിടെ നമ്മുടെ ഒരു എയർ ബ്രേക്കിൻ്റെ, അതായത് പാർക്ക് ബ്രേക്കിൻ്റെ സംവിധാനങ്ങൾ കാണാം. AC ഒക്കെ അത്യാവശ്യം കൂള് സെറ്റപ്പ് ആട്ടോ. ഞാൻ ഓണാക്കിയായിരുന്നു. 4 വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 9 ഇഞ്ചിൻ്റെ സ്ക്രീൻ കൊടുക്കാം. ഇവിടെ മുകളിലൊക്കെ നോക്കി ചെറിയൊരു ലൈറ്റുകൾ കണ്ട. ഇവിടെ റെഡ് ലേസർ സെറ്റപ്പുകൾ വരെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാധുനിക രീതിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംവിധാനങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ ചേട്ടൻ സെറ്റ് ചെയ്തതാണ്. എൻ്റെ മോനെ. അതുപോലെ 2+1 ആണ് സീറ്റിംഗ് കപ്പാസിറ്റി. ഗിയറിൻ്റെ ആ ഒരു ലിവറിൻ്റെ താഴെയൊക്കെ സ്റ്റീലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ആ ഒരു ഗിയറും കാര്യങ്ങളൊക്കെ ഒരു പഴം പോലെ തന്നെയാണ്. പഴയ ഒരു തനിമയിൽ തന്നെയാണ് അവിടെ സെറ്റ് ചെയ്തതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ടിലത്തെ ഹൗസിങ്ങും അതുപോലെ തന്നെ ആ ഡിഫറൻഷ്യലും വർക്ക് ചെയ്യാനുള്ള ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു ഫ്രണ്ടിൽ സ്വിച്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. AC-യുടെ ഈ ഒരു ഭാഗത്താണ് കുറേ സ്വിച്ചുകൾ കാണാം. ഇത് AC ഓൺ ആക്കാനുള്ള മെയിൻ സ്വിച്ചാണ് റെഡ് കളറിൽ. പിന്നെ AC ഓൺ ഓഫിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലെ ഫാൻ കൂട്ടാനുള്ള സ്വിച്ച്. പിന്നെ ഈ ഒരു കാണുന്ന റെഡ് സ്വിച്ച് ഉണ്ടല്ലോ റൈറ്റ് സൈഡത്തെ ഫ്രണ്ടിലത്തെ ഡിഫറൻഷ്യൽ എൻഗേജ് ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ് ആ ഒരു റെഡ് കളറുള്ള സ്വിച്ച്. ഞാൻ കാണിച്ചപ്പോൾ AC-യുടെ ആ ഒരു കാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയതാട്ടോ. നല്ല അത്യാവശ്യം നല്ല കാറ്റുണ്ട്. ഇപ്പോൾ മെയിൻ യൂണിറ്റ് ഒക്കെ നമ്മൾ AC-യുടെ ഓഫാക്കി. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള സ്വിച്ച് ഗിയർ എൻഗേജ് ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളാണ്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ അകത്ത് പവർ വിൻഡോയും കൂടി ഉണ്ട് കേട്ടോ. നോക്കിക്കോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്വിച്ച് താഴത്തേക്ക് ആക്കാട്ടോ. നോക്കിക്കോട്ടോ. അപ്പോൾ ആ ഒരു സ്വിച്ച് താഴത്തേക്ക് ആക്കുമ്പോൾ ഇത് ഈ ഒരു സൈഡത്തെ ചില്ല് പവർ വിൻഡോ ഇങ്ങനെ ഇറങ്ങി വരണമൊക്കെ. കാരണം ഇത് AC ക്യാബിനാണ്. ഇത് 2 വിൻഡോസും പവർ വിൻഡോസ് ആട്ടാ. എന്തുട്ടാ എല്ലാ സംവിധാനങ്ങൾ. അത്യാവശ്യം വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ചേട്ടൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒന്നും ചെയ്യാനില്ല. എങ്ങനെയാണ് ഈ വാഹനം കൊണ്ട് നമ്മൾ വർക്കിന് പോകുക, അതായത് ഡെയിലി പണിക്ക് പോകുക ലോഡായിട്ട്. എനിക്ക് തന്നെ കാണുമ്പോൾ വിഷമമാണ് കേട്ടോ. കാരണം ഇത്രയും വർക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ ഈ പാറയും അതുപോലെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കയറ്റുമ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ആവില്ല അല്ലേ. പക്ഷെ എന്നാലും അതൊരു രസം തന്നെയല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. എങ്ങനെയുണ്ട് സൗണ്ട്?
അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, നിങ്ങളുടെ കൂട്ടുകാരും കൂടെ അയച്ചു കൊടുത്തോളൂ കേട്ടോ.